നമസ്കാരം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ മുറിയിൽ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകുമെന്ന KB ഗണേഷ് കുമാർ MLAയുടെ പരാമർശത്തിൽ വളരെ വലിയൊരു മറുപടിയുമായി RSPയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ഷിബു ബേബി ജോൺ രംഗത്ത് വന്നു. ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ കിടപ്പുമുറിയിൽ നിന്ന് പൂജാമുറിയിലേക്ക് മാറിയത് നല്ല കാര്യമാണ് എന്നും അതോടെ നിരവധി കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നും ആണ് ഷിബു പരിഹസിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി കൊല്ലത്തെത്തിയതിൽ കൃത്യമായിട്ടുള്ള മത രാഷ്ട്രീയമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പൈതൃകത്തിൽ നിന്ന് താനിതുവരെ വ്യതിചലിച്ചു പോയിട്ടില്ല എന്നും പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവരുടെ പണി ചെയ്യുമെന്നും ഗണേഷ് കുമാർ അയാളുടെ പണി ചെയ്തപ്പോൾ മുഖ്യമന്ത്രി അത് ആസ്വദിച്ചുവെന്നും ഗണേഷ് കുമാർ UDFനൊപ്പം ഉണ്ടായിരുന്ന കാലത്തെ കഥകൾ പറഞ്ഞാൽ അത് നനച്ചാലും കുളിച്ചാലും തീരില്ല എന്നും അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എന്നും താൻ വർഗീയവാദിയാണെന്നുള്ള പരാമർശം മറുപടി അർഹിക്കാത്തതുകൊണ്ട് അത് പറയുന്നില്ല എന്നും കേരളത്തിൽ മത്സരമെന്ന് പറയപ്പെടുന്ന UDFും LDFും തമ്മിലാണ് എന്നും UDFിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളത്, അത് കൊല്ലത്ത് മാത്രമല്ല കേരളം മുഴുവനും അത്തരത്തിലുള്ള അന്തരീക്ഷമാണ് എന്നുമൊക്കെ ഷിബു ബേബി ജോൺ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷിബു ബേബി ജോണിൻ്റെ ആ വാക്കുകളിൽ, അതായത് UDF സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകുമെന്ന് പറഞ്ഞ KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകളിൽ എന്ത് തെറ്റുണ്ടായിരുന്നു എന്നുള്ളതല്ല, പകരം അദ്ദേഹത്തിൻ്റെ, അതായത് KB ഗണേഷ് കുമാറിൻ്റെ ചിന്തകളെന്ന് പറയപ്പെടുന്നത് പലപ്പോഴും കിടപ്പുമുറികളിലാണ് എന്നുള്ളതാണ് അതിലൂടെ ഷിബു ബേബി ജോൺ പറഞ്ഞു വെക്കുന്നത്. കിടപ്പുമുറികളിൽ മാത്രം ചിന്തയുണ്ടായിരുന്ന KB ഗണേഷ് കുമാർ ഇപ്പോൾ പൂജാമുറിയിലേക്ക് തൻ്റെ ചിന്ത മാറ്റിയത് ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നുവെന്നും അത് പല കുടുംബങ്ങൾക്കും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ നിരവധി കുടുംബങ്ങൾക്കത് സഹായിക്കുമെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ്. എന്താണ് അതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാണും ഗണേഷ് കുമാറിൻ്റെ ഈ കിടപ്പുമുറിയോടുള്ള ഒരു സ്വീകാര്യത ഇപ്പോൾ അത് പൂജാമുറിയിലേക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് ഗണേഷ് കുമാറിനെ കൃത്യമായി പരിഹസിക്കുവാൻ തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി എത്തപ്പെട്ട ഷിബു ബേബി ജോണിൻ്റെ അത്തരത്തിലുള്ള പരാമർശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമേന്ദ്രന് നരേന്ദ്രമോദിയുടെ ക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ഷണപ്രകാരം നരേന്ദ്രമോദിയുടെ ഒരു വിരുന്നിൽ പങ്കെടുക്കുവാൻ കഴിയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ LDFുകാർ പറഞ്ഞു വരുത്തുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NK പ്രേമേന്ദ്രൻ ഇലക്ഷൻ കഴിഞ്ഞാൽ BJPയിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകുമെന്ന് ഗണേഷ് കുമാർ വാദോരാതെ പറയുകയും ചെയ്തു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി വല്ലാതെ അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഗണേഷ് കുമാർ വായിൽ തോന്നുന്നതെല്ലാം ഇങ്ങനെ കോതയ്ക്ക് പാട്ടായിട്ട് വിളിച്ചു പറയുന്നൊരു നേതാവാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് ആരെയാണോ സുഖിപ്പിക്കാൻ തോന്നുന്നത് ആ സമയത്തിന് ആ സുഖിപ്പിക്കൽ വളരെ കൃത്യമായി നടക്കും. അതിന് പേര്, നാള്, ആൾക്കാരുടെ വയസ്സ് ഒന്നും ഈ ഗണേഷ് കുമാറിന് പ്രശ്നമില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ UDFിലുണ്ടായിരുന്ന കാലത്ത് VS അച്യുതാനന്ദനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം, ഇത്രയും വയസ്സായിട്ടുള്ള, ഇത്രയും പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് എന്ത് വൃത്തികേടാണെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞത് എന്ന് മനസ്സിലാകും. ആ വാക്കുകളിൽ തന്നെ ഇത്രയ്ക്ക് വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു നേതാവാണ് KB ഗണേഷ് കുമാർ എന്ന് കേരളം തിരിച്ചറിഞ്ഞതുമാണ്. മാത്രമല്ല സരിതാ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ, സ്ത്രീ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഗണേഷ് കുമാർ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് KB ഗണേഷ് കുമാർ എന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാവുന്നതുമാണ്. ഇതുമാത്രമല്ല, അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന മന്ത്രിയായിരുന്ന കാലത്ത് തല്ല് കിട്ടിയതടക്കമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഈ സമൂഹം, പൊതുസമൂഹം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ KB ഗണേഷ് കുമാറിനെ പോലൊരു വ്യക്തിക്ക് കിടപ്പുമുറിയോടുള്ള ഒരു ആഭിമുഖ്യം, അതുകൊണ്ട് മാത്രമാണ് ഷിബു ബേബി ജോൺ ഇവിടെ എടുത്തു പറഞ്ഞതും. എന്തായാലും അത്തരത്തിൽ KB ഗണേഷ് കുമാറിൻ്റെ ഈ കിടപ്പുമുറികളോടുള്ള ഒരു പ്രണയം മാറി അത് പൂജാമുറികളോടായതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ ഈ ഷിബു ബേബി ജോൺ ശ്രമിക്കുന്നതും ഇത്തരത്തിലുള്ള, അതായത് സരിതാ വിഷയങ്ങൾ, പെണ്ണ് വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങളിലൊക്കെയുള്ള ഈ KB ഗണേഷ് കുമാറിൻ്റെ ഇടപെടലുകൾ അത് പൊതുസമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു അവിടെ ഷിബു ബേബി ജോൺ ചെയ്തത്. എന്തായാലും രാഷ്ട്രീയ പോര് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂട് പിടിക്കുന്നുണ്ട്. അത്തരത്തിൽ കൊല്ലത്ത് NK പ്രേമേന്ദ്രനും അവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷും ഒപ്പം തന്നെ കൃഷ്ണകുമാറും ചേർന്നിട്ടുള്ള ഒരു മത്സരം, ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. പക്ഷേ പകരം LDFും UDFും തന്നെയാണ് അവിടെ നേരിട്ടുള്ള മത്സരം നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം BJPയുടെ സ്ഥാനാർത്ഥിയുടെ വരവ്, താമസിച്ചുള്ള വരവും മാത്രമല്ല കൃഷ്ണകുമാറിനെ പോലൊരു വ്യക്തിത്വവും കൊല്ലത്ത് എത്രമാത്രം വോട്ട് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളൊരു സംശയം കൂടി ബാക്കിയുണ്ട്. എന്തായാലും അവിടുത്തെ മത്സരം എന്ന് പറയപ്പെടുന്നത് UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. മുകേഷും NK പ്രേമേന്ദ്രനും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ചൂടുപിടിക്കുന്ന രംഗമാണ് കൊല്ലത്തുള്ളത്. കൊല്ലത്ത് ആര് വീഴും, ആര് വാഴുമെന്ന് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതുമാണ്.